ഏറ്റവും വലിയ ശാസ്ത്രപ്രതിഭ എന്ന നിലയിൽ നാം ഐസക് ന്യൂട്ടനെ ആരാധിക്കുന്നു. ഗുരുത്വാകർഷണവും ചലന നിയമങ്ങളും കാൽക്കുലസും അദ്ദേഹത്തിന്റെ സംഭാവനകളായി നാം പഠിക്കുന്നു. എന്നാൽ ചരിത്രരേഖകളിൽ നിന്ന് മായ്ക്കപ്പെട്ട അല്ലെങ്കിൽ അധികമാരും ചർച്ച ചെയ്യാത്ത മറ്റൊരു ന്യൂട്ടനുണ്ട്. മന്ത്രവാദത്തിലും ആൽക്കമയിലും വിശ്വസിച്ച, ലോകാവസാനം പ്രവചിച്ച, പകൽ മുഴുവൻ പരീക്ഷണശാലയിൽ ഏകാന്തനായി കഴിഞ്ഞ ഒരു നിഗൂഢ മനുഷ്യൻ. ആപ്പിളിന്റെ കഥയ്ക്കും അപ്പുറമുള്ള ന്യൂട്ടന്റെ അജ്ഞാത ലോകത്തേക്ക് നമുക്കൊന്ന് നോക്കാം. ന്യൂട്ടന്റെ സ്വഭാവത്തിലെ സങ്കീർണതകൾക്ക് കാരണം അദ്ദേഹത്തിന്റെ ബാല്യമായിരുന്നു. അച്ഛനില്ലാതെ ജനിച്ച ന്യൂട്ടനെ അമ്മ മറ്റൊരു വിവാഹം കഴിച്ചപ്പോൾ മുത്തശ്ശിക്കൊപ്പം ഉപേക്ഷിച്ചു. ഈ അവഗണന അദ്ദേഹത്തെ ഒരു അന്തർമുഖനാക്കി മാറ്റി. തന്റെ രണ്ടാനച്ഛനോടുള്ള കടുത്ത ദേഷ്യം അദ്ദേഹം ഡയറിക്കുറിപ്പുകളിൽ പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഏകാന്തതയാണ് പിൽക്കാലത്ത് മനുഷ്യരെക്കാൾ കൂടുതൽ പുസ്തകങ്ങളെ സ്നേഹിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഒരിക്കലും അമ്മ അദ്ദേഹത്തെ കൃഷിക്കാരനാക്കാൻ ശ്രമിച്ചെങ്കിലും ആ അധ്വാനത്തേക്കാൾ യന്ത്രങ്ങൾ നിർമ്മിക്കാനായിരുന്നു ന്യൂട്ടന് താല്പര്യം. പ്ലേക്കാലത്ത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി അടച്ചപ്പോൾ വീട്ടിലിരുന്ന് നടത്തിയ പരീക്ഷണങ്ങളാണ് ശാസ്ത്രലോകത്തെ മാറ്റിമറിച്ചത്. എന്നാൽ ഒരു പ്രൊഫസറായി മാറിയപ്പോഴും അദ്ദേഹം ഒരു വിചിത്ര സ്വഭാവക്കാരനായിരുന്നു. കേംബ്രിഡ്ജിൽ അദ്ദേഹം നടത്തിയ ലെക്ചറുകളിൽ പലപ്പോഴും ഒരാൾ പോലും പങ്കെടുക്കാറില്ലായിരുന്നു. ഒഴിഞ്ഞ ക്ലാസ് മുറികളിൽ അദ്ദേഹം പ്രസംഗം തുടരും. മറ്റുള്ളവരുമായി ഇടപഴകുന്നതിനേക്കാൾ ദിവസം 20 മണിക്കൂർ വരെ പരീക്ഷണശാലയിൽ ചിലവഴിക്കാനായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. പലപ്പോഴും ഉറക്കവും ഭക്ഷണവും പോലും അദ്ദേഹം ഉപേക്ഷിച്ചു. ന്യൂട്ടന്റെ ജീവിതത്തിലെ ഏറ്റവും നിഗൂഢമായ ഭാഗം ആൽക്കമിയിലുള്ള അദ്ദേഹത്തിന്റെ താല്പര്യമായിരുന്നു. ലോഹങ്ങളെ സ്വർണമാക്കി മാറ്റാനുള്ള ഫിലോസഫി സ്റ്റോൺ കണ്ടെത്താൻ അദ്ദേഹം പതിറ്റാണ്ടുകൾ രഹസ്യമായി പരീക്ഷണം നടത്തി. ഇവയെല്ലാം അദ്ദേഹം പ്രത്യേക കോഡ് ഭാഷയിലാണ് എഴുതിവെച്ചത്. ശാസ്ത്രീയമായ കണ്ടെത്തലുകൾക്കൊപ്പം തന്നെ ആത്മീയവും നിഗൂഢവുമായ കാര്യങ്ങൾക്കും അദ്ദേഹം പ്രാധാന്യം നൽകി. ഈ പരീക്ഷണങ്ങൾക്കിടയിൽ അദ്ദേഹം ശ്വസിച്ച മെർക്കുറി ന്യൂട്ടന്റെ മാനസിക നിലയെ പോലും ബാധിച്ചിരുന്നതായി പറയപ്പെടുന്നു. ശാസ്ത്രജ്ഞൻ എന്നതിലുപരി ഒരു ദൈവശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു ന്യൂട്ടൻ. ബൈബിളിലെ രഹസ്യങ്ങൾ ഗണിതശാസ്ത്രപരമായി വിശകലനം ചെയ്ത ന്യൂട്ടൻ ലോകാവസാനം 2060 സംഭവിക്കുമെന്ന് പ്രവചിച്ചു. തന്റെ ജീവിതത്തിന്റെ അവസാന കാലത്ത് കള്ളനോട്ടുകാരെ പിടികൂടാനുള്ള ദൗത്യവും അദ്ദേഹം ഏറ്റെടുത്തു. കഠിനമായ പരിശ്രമങ്ങളിലൂടെയും ഏകാന്തമായ ഗവേഷണങ്ങളിലൂടെയും ന്യൂട്ടൻ കെട്ടിപ്പടുത്ത സാമ്രാജ്യം ഇന്നും ശാസ്ത്രലോകത്തിന്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്നു. 1727 അദ്ദേഹം വിടവാങ്ങിയെങ്കിലും ആപ്പിൾ മരത്തിന് കീഴിലെ ആ ചിന്തകന്റെ രഹസ്യങ്ങൾ ഇന്നും ചരിത്രകാരന്മാരെ അത്ഭുതപ്പെടുത്തുന്നു.